ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഖത്തറിലെ മെട്രോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ഹുസൈൻ വട്ടപ്പാറ, ഇത് കല്ലറ സലീം, ഇവരോടെയാണ് ഞാൻ ഇപ്പോൾ മെട്രോയിലേക്ക് പോകുന്നത്. അപ്പോൾ മെട്രോയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഖത്തറിലെ ഒരു മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാം. വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു മെട്രോ സ്റ്റേഷൻ തന്നെയാണ്. വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് പോയിട്ട് ടിക്കറ്റ് എടുക്കുക എന്നതാണ് ഫസ്റ്റ് കടമ്പ. ഇങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടറിലെത്തി നമ്മൾ സെയിം വഴി ടിക്കറ്റ് എടുക്കുകയാണ്. ഇവിടെ 10 റിയാലാണ് ഒരു കാർഡിൻ്റെ പ്രൈസ് വരുന്നത്. 10 റിയാലിന് നമ്മൾ മേടിക്കുമ്പോൾ അതിൽ മൈനസ് ബാലൻസ് ആയിരിക്കും. ഈ 10 റിയാലിന് നമ്മൾ മേടിച്ചതിന് ശേഷം 5 മുതൽ 500 റിയാൽ വരെ ഇതിൽ ചാർജ് ചെയ്യാൻ കഴിയും. ഓരോ യാത്രയ്ക്കും 2 റിയാൽ വീതമാണ് കട്ടാവുന്നത്. അങ്ങനെ നമ്മൾ കാർഡൊക്കെ വാങ്ങി ചാർജ് ചെയ്ത് മെട്രോയിലേക്ക് പോവുകയാണ്. യാത്ര ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ കാർഡ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഈ കാർഡിന് 500 ദിർഹംസ് വരെ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത് 5 വർഷം വരെയാണ്. നമ്മൾ വാങ്ങിയ കാർഡിൽ ബാലൻസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഈ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാർഡിൻ്റെ ബാലൻസ് അറിയാം. ബാലൻസ് ഇല്ലെങ്കിൽ നമുക്കതിൽ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമ്മൾ ചാർജ് ചെയ്ത കാർഡുമായി മെട്രോയുടെ ഗേറ്റിൽ വരുമ്പോൾ ഈ കാർഡ് പഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആവും. ഇതുപോലെ തന്നെയാണ് ദുബായ് മെട്രോയും നമ്മളെ കൊച്ചി മെട്രോയും എല്ലാം ഇതേ സിസ്റ്റത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ പഞ്ച് ചെയ്ത് ഇതിനകത്ത് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പോവേണ്ട സ്റ്റേഷൻ്റെ ഒരു റൂട്ട് മാപ്പാണ് ഈ കാണുന്നത്. നമുക്ക് റിഫ സ്റ്റേഷനാണ് പോകേണ്ടത്. അതാണ് ലാസ്റ്റ് സ്റ്റേഷൻ. അവിടെയാണ് മാൾ ഓഫ് ദി ഖത്തർ ഉള്ളത്. നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി 3 സ്റ്റേഷനാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓരോ മിനിറ്റിലും ഓരോ ട്രെയിൻ എന്ന കണക്കിൽ ഇവിടെ ട്രെയിൻ വരുന്നുണ്ട്. പിന്നെ കോവിഡിൻ്റെ പശ്ചാത്തലം ആയതാണെന്ന് തോന്നുന്നു ഇവിടെ തിരക്ക് വളരെ കുറവാണ്. അങ്ങനെ നമ്മൾ 3 പേരും കൂടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. 1 മിനിറ്റിനകത്ത് ട്രെയിൻ വരും. അപ്പോൾ ട്രെയിൻ വന്നതിന് ശേഷം ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ട്രെയിൻ എത്തിക്കഴിഞ്ഞു. നമ്മൾ ട്രെയിനിൽ കയറി. ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ സ്ഥലം കിട്ടിയത്. അങ്ങനെ ഫ്രണ്ടിൽ നമ്മൾ ഇരിക്കുകയാണ്. അത് മൊത്തം അണ്ടർഗ്രൗണ്ടാണ്. ലൈൻ മൊത്തം അണ്ടർഗ്രൗണ്ടാണ്. ഭൂമിക്ക് അടിയിലൂടെയുള്ള യാത്രയാണ്. ഖത്തർ മെട്രോയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭൂമിക്ക് അടിയിലൂടെയുള്ള യാത്ര തന്നെയാണ്. ഏറ്റവും വലിയ പ്രത്യേകത വളരെ കുറച്ച് ഭാഗം മാത്രമേ മുകളിലൂടെയുള്ളൂ. ബാക്കിയെല്ലാം ഭൂമിക്ക് അടിയിലൂടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനാണ് നമ്മുടെ മാൾ ഓഫ് ദി ഖത്തർ. അവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. മെട്രോയുടെ ഇൻറ്റീരിയർ വളരെ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ നീറ്റായിട്ടുള്ള ഒരു ഇൻറ്റീരിയലാണ് ഖത്തർ മെട്രോയുടേത്. മെട്രോയിൽ തിരക്ക് നല്ല കുറവാണ്. ചിലപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൊണ്ടാവാം. ഇവിടെ കോവിഡ് കേസസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു തിരക്ക് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയായാലും നല്ലൊരു യാത്രയായിരുന്നു. നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. ട്രെയിനൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ എത്താറായി. നമ്മുടെ സ്റ്റേഷൻ റിഫ സ്റ്റേഷനിലാണ് മാൾ ഓഫ് ദി ഖത്തർ ഉള്ളത്. ആ സ്റ്റേഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി റിഫ മാളിലേക്ക്, അതായത് മാൾ ഓഫ് ഖത്തറിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ മാൾ ഓഫ് ഖത്തറിനകത്താണുള്ളത്. ഖത്തറിലെ ഒരുവിധം ഏറ്റവും നല്ല വലിയ മാളാണ് ഈ മാൾ ഓഫ് ഖത്തർ. അപ്പോൾ മാൾ ഓഫ് ഖത്തറിലെ നമുക്ക് അതിമനോഹരമായ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഖത്തർ മാളിൻ്റെ അകഭാഗമാണ്. പക്ഷേ ഇതിൽ ഞങ്ങൾ ഒരു ഫ്ലോർ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഒരു ഫ്ലോർ ഫുള്ള് കവർ ചെയ്യുന്നില്ല. കാര്യം വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലമാണിത്. അവിടെ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. കാര്യം വെച്ചാൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മൊത്തം കറങ്ങാൻ കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് ഈ ഭാഗം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഇത് ഖത്തർ എയർലൈൻസിൻ്റെ ഒരു ഡെമോയാണ് കുട്ടികൾക്കുള്ള. ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എങ്ങനെയാണ് ബോർഡിംഗ് പാസ് കിട്ടുന്നത്, ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത് എന്നൊക്കെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. കൊച്ചുകുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മാള് തന്നെയാണ് ഖത്തർ മാള്. പിന്നെ നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്നില്ല. അതുമല്ല ടൈം ഇപ്പോൾ 10 o'clock ആയി. 10:30 മെട്രോ സ്റ്റോപ്പാവും. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന മെട്രോയിൽ നമുക്ക് എത്തേണ്ടതുണ്ട്.
അപ്പോൾ ഇനി എന്തായാലും ഹുസൈൻ ഭായിയെടുത്തും സലീം ഭായിയെടുത്തും ചോദിക്കാം ഇന്നത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ അഭിപ്രായം കൂടെ ചോദിക്കാം. നമ്മുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായോ? സൂപ്പർ യാത്രയായിരുന്നു. പിന്നെ സൂപ്പർ യാത്രയായിരുന്നു. ഈ വേറെ ഏതെങ്കിലും മെട്രോ ആയിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഇത് മെട്രോ ആയിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ദുബൈയുടെ മെട്രോയിനെക്കാളും എന്തുകൊണ്ടും മികച്ചൊരു മെട്രോയാണ് ഖത്തറിലെ മെട്രോ. എന്തായാലും വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. വളരെ ഗംഭീരമാണ്, നല്ല അടിപൊളിയോടുകൂടി ചെയ്തിരിക്കുകയാണ്. വളരെ സേഫ്റ്റി. അപ്പോൾ നമ്മുടെ യാത്ര അവസാനിച്ച് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. സലീം ഭായും ഹുസൈൻ ഭായും നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ അവർക്ക് ഈ യാത്ര വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.